നമുക്ക് നമ്മളെ സബീർ സാറോട് ഒരു ചോദ്യം ചോദിക്കാം. സബീർ സാറ് കഴിഞ്ഞ 6 വർഷമായി കേരള IT മിഷനിൽ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹത്തോട് ഏതായാലും മൊബൈൽ ഫോണിന്റെ ഒക്കെ സൈബർ സെക്യൂരിറ്റി പരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായ ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇത്തരം ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. പക്ഷെ സാധാരണക്കാരൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ആൻഡ്രോയിഡ് കേസ് പറയുകയാണെങ്കിൽ പ്ലേ സ്റ്റോർ. നമ്മളെ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഡെയിലി ലിങ്കുകൾ വരും. ആ ലിങ്കുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ക്ലിക്ക് ചെയ്യുന്ന അറിയുമ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി, സുരക്ഷാ മുൻകരുതൽ. അത് ചെയ്താൽ തന്നെ ഒരു സാധാരണക്കാരൻ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായ റൂൾസ് ഫോളോ ചെയ്യുക. റൂൾസ് ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയേണ്ടത് നമ്മൾ അറിയുന്ന ആളുകളോട് കൃത്യമായിട്ട് അന്വേഷിക്കുക. ഈ വന്ന ലിങ്ക് ക്ലിയർ ആണോ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഡെയിലി ലിങ്കുകളാണല്ലോ. അതായത് വന്ന മെസ്സേജിൽ പറഞ്ഞ് അതേപോലെ ഫോളോ ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പകരം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ചോദിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. നമുക്കൊരു ഈ മേഖലയിൽ പരിജ്ഞാനമുള്ള ആരെയും നമുക്ക് സഹായത്തിനായിട്ട് വിളിക്കാം. ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാരെ വിളിക്കാം. അതേപോലെ IT എഞ്ചിനീയേഴ്സിനോട് ചോദിക്കാം. സെക്യൂരിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കാം. അതായത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകളുണ്ട്. അതേപോലെ നമ്മളുടെ പോലീസുകാരുണ്ട്, സൈബർ പോലീസുകാരുണ്ട്. ഇവരൊക്കെ ഈ മേഖലയില് മാസങ്ങളോളം വർഷങ്ങളോളായിട്ട് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പറ്റും എത്രത്തോളം ഇതിന്റെ എഫക്റ്റ് ഉണ്ട്. പിന്നെ ഓഫറുകൾ വരും. ആ ഓഫറുകൾ നമ്മള് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വരുന്ന ഓഫറുകളാണ്. ശരിക്കും സത്യം തോന്നുന്ന രൂപത്തിലൊക്കെ കൃത്യമായിരിക്കും. കാരണം എംബ്ലം ഉണ്ടാവും, ഫോർമാറ്റ് ഉണ്ടാവും, ചിലപ്പോ ചില സമയങ്ങളിൽ അക്ഷരത്തെറ്റുകളും ഉണ്ടാവും. അതൊക്കെയാണ് നമ്മളെ പ്രൈമറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലിങ്ക് ഡയറക്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് നമുക്ക് അതൊക്കെ എക്സ്പേർട്ടുകൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയമില്ല. കാരണം അവര് എപ്പോഴും മനസ്സിലാക്കുന്നത് ഇതൊക്കെ സത്യമാണ്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സത്യമാണെന്നുള്ള ഒരു വിശ്വാസം അങ്ങനെ വന്നു കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണണ്ട. നമ്മള് സ്വയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മൾ ഈ ഐഫോണിന് ഭയങ്കര സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പറയണ്ടല്ലോ, ഫീച്ചേഴ്സ് പറയണ്ടല്ലോ. അപ്പൊ എത്രത്തോളം ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത്. എത്ര സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ യൂസ് ചെയ്യുന്ന യൂസർ കൂടി വിചാരിക്കണം ആ സെക്യൂരിറ്റി നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താവും, ഈ പറയുന്ന സെക്യൂരിറ്റി ഒക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി ആപ്പുകൾ, പ്രത്യേകിച്ച് നമ്മളെ വാട്സപ്പിലൊക്കെ എന്തുണ്ട്, APK ഫയലുകൾ വരുന്നുണ്ട്, ലിങ്കുകൾ വരുന്നുണ്ട്. അതിലാണ് നമ്മൾ കൃത്യമായ ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മളെ സ്വയം തന്നെ സംരക്ഷിക്കാൻ പറ്റും, നമ്മളെ ഡിവൈസുകൾ സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് അവര് ഓഫർ ചെയ്യുന്നത്. നോർമലി സാധാരണ ഒരു പത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു മൊബൈൽ മെസ്സേജ് വായിക്കാനുള്ള സമയം എടുക്കണം എന്നുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, റൂൾസ് ഫോളോ ചെയ്യുക. പ്ലേ സ്റ്റോർ പോലെയുള്ള, ആപ്പിൾ സ്റ്റോർ പോലെയുള്ള ഓതന്റിക്കേറ്റഡ് സോഴ്സിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം ആപ്പിന്റെ കാര്യം. ഓക്കെ.